നമസ്തേ. ലോക്സഭയിലെ സീറ്റെണ്ണം പരമാവധി 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ കേരളത്തിൽ കമ്മികളും മാപ്രകളും സമസ്തയും മെത്രാന്മാരും ലീഗും മനോരമയുമെല്ലാം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അതേസമയം ഇവരുടെ ഇരട്ടത്താപ്പും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ദേശീയ തലത്തിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഓരോ സെൻസസ് കഴിയുമ്പോഴും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. 1973 ശേഷം രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അന്നു മുതൽ ഇതുവരെ 543 തന്നെയാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. മണ്ഡല പുനഃക്രമീകരണം 25 വർഷത്തേക്ക് വീതം മരവിപ്പിക്കാൻ 1976 2001 തീരുമാനിച്ചത് ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന കാര്യം പറഞ്ഞാണ്. മണ്ഡല പുനഃക്രമീകരണം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങളോടുള്ള അനീതിയായി മാറരുത് എന്ന് പറഞ്ഞാണ് 50 കൊല്ലമായി മണ്ഡല പുനഃക്രമീകരണം മരവിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 1951 കണക്കെടുത്താൽ ജനസംഖ്യയിലെ ശരാശരി 7.37 ലക്ഷം പേർക്ക് ഒരു അംഗം എന്നതായിരുന്നു ലോക്സഭയിലെ സീറ്റുകൾ. 2011 സെൻസസ് എടുത്തു നോക്കിയാൽ 15.5 ലക്ഷം പേർക്ക് ഒരംഗം എന്നതായി ലോക്സഭയിലെ സീറ്റുകൾ. രാജസ്ഥാനിലെ ഒരു ലോക്സഭാ അംഗം ശരാശരി 18 ലക്ഷം വോട്ടർമാരെ പ്രതിനിധീകരിക്കുമ്പോൾ കേരളത്തിലെ ഒരു ലോക്സഭാ അംഗം ശരാശരി 12 ലക്ഷം പേരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തിൽ ഒരു രാജ്യത്തും ഇത്രയും ഉയർന്ന റേഷ്യോ ഇല്ല. അമേരിക്കയിൽ 7 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതാണ് ജനസംഖ്യ അനുസരിച്ച് ലോക്സഭ നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തണമെന്നത്. കഴിഞ്ഞ 50 വർഷമായി അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി ഒരിക്കലും അത് മാറ്റാൻ സമ്മതിക്കില്ല എന്നാണ് ഇവിടുത്തെ ഭരണഘടനാ സ്നേഹികൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. മണ്ഡല പുനർനിർണയം നടത്തിയാൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന ചിന്തയാണ് ഇവരുടെ കരച്ചിലിന് പിന്നിലെ പ്രധാന കാരണം. ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്കൊരിക്കലും അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് ഈ മോങ്ങലിന് പിന്നിലെങ്കിൽ അതിനെ തോൽവി എന്നേ പറയാൻ പറ്റൂ. ലോക്സഭയിൽ ജനസംഖ്യയ്ക്ക് ആനുപാതമായ പ്രാതിനിധ്യമല്ലാതെ മറ്റെന്താണ് വഴികൾ? ഭരണഘടന പറയുന്നത് അംഗീകരിക്കാൻ ഭരണഘടനാ സ്നേഹികൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ കഴിയുന്നില്ല? ഇനി ഇവരുടെ ഇരട്ടത്താപ്പിന്റെ കാര്യം അത് പറയാൻ ഇങ്ങ് കേരളത്തിലേക്ക് വരണം. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 1957 നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ 127 നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1965 നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിൽ മണ്ഡലങ്ങളുടെ ആകെയുള്ള എണ്ണം 127 നിന്ന് 140 വർദ്ധിച്ചു. 2008 നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിൽ മണ്ഡലങ്ങളുടെ ആകെയുള്ള എണ്ണത്തിൽ 140 മാറ്റം വന്നില്ല. എങ്കിലും മണ്ഡലങ്ങളുടെ അതിരുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറെ മണ്ഡലങ്ങൾ റദ്ദാക്കുകയും പകരം അത്രയും എണ്ണം പുതിയ മണ്ഡലങ്ങൾ നിലവിൽ വന്നു. 2001 സെൻസസ് പ്രകാരം കേരളത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയപ്പോൾ നേട്ടമുണ്ടായത് മുഴുവൻ വടക്കൻ ജില്ലകൾക്കും നഷ്ടമുണ്ടായത് തെക്കൻ ജില്ലകൾക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഐക്യരാഷ്ട്രസഭയുടെ UN റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ജനസംഖ്യാ വർധനവ് രേഖപ്പെടുത്തുന്ന നഗരമായി മലപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മറക്കരുത്. 12 നിയമസഭാ സീറ്റുകളിൽ നിന്ന് 16 ഉയർന്നു. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളും ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി. അതേസമയം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് 2 നിയമസഭാ മണ്ഡലങ്ങൾ നഷ്ടമായപ്പോൾ തൃശൂർ, കോട്ടയം, കൊല്ലം ജില്ലകൾക്ക് ഓരോ നിയമസഭാ മണ്ഡലങ്ങളും നഷ്ടമായി. കേരളത്തിലെ ജനസംഖ്യാ പ്രകാരം മണ്ഡല പുനഃക്രമീകരണം നടത്തിയപ്പോൾ വടക്കൻ ജില്ലകൾക്ക് നേട്ടമുണ്ടായി. അതേസമയം തെക്കൻ ജില്ലകൾക്ക് നഷ്ടമുണ്ടായി. അത് അനീതിയാണ്. അതുകൊണ്ട് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലവിളിക്കുന്ന ആരും അന്ന് ബഹളമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല കൈയടിച്ച് സ്വാഗതം ചെയ്യുകയുമായിരുന്നു. കേരളത്തിൽ ജനസംഖ്യ പ്രകാരം മണ്ഡല പുനർനിർണയം നടത്തിയാൽ അത് മഹത്തായ കാര്യം. അതേസമയം ഇന്ത്യ മുഴുവൻ അത് ചെയ്താൽ അത് കള്ളക്കളി. മലബാറിൽ ജയിക്കുന്നവർക്ക് കേരളം ഭരിക്കാൻ കഴിയുമെന്ന് പറയുന്ന അതേ ഡയലോഗാണ് ഉത്തരേന്ത്യയിൽ വിജയിക്കാൻ കഴിയുന്നവർക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്ന വാദം. ജനങ്ങളുടെ പിന്തുണയില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് കൂടി ഇതിൽ നിന്നും വായിച്ചെടുക്കണം. മുസ്ലിം ഭൂരിപക്ഷമുള്ള മലബാറിൽ മണ്ഡലങ്ങൾ കൂടിയാൽ ആർപ്പുവിളിയും ആഹ്ലാദവും. അതേസമയം ഹിന്ദു ഭൂരിപക്ഷമുള്ള ഉത്തരേന്ത്യയിൽ ജനസംഖ്യക്കനുസരിച്ച് മണ്ഡലങ്ങൾ കൂട്ടിയാൽ അത് നമ്മളോടുള്ള അനീതി. ഇമാതിരി ഇരട്ടത്താപ്പും ഇരട്ടവാദവും ഒക്കെ പറയുന്നത് തന്നെ ഇവർക്ക് സെൽഫ് ഗോളാണ്.
നിങ്ങൾക്ക് ഒരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണയേ ഉള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതിന് തുല്യമാണിത്. ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 50 വർഷമായി ഒരേ കാരണം പറഞ്ഞ് മണ്ഡല പുനഃക്രമീകരണം നീട്ടിക്കൊണ്ടുപോയി. ജനസംഖ്യ എത്ര കൂടിയാലും 1973 സീറ്റുകൾ തന്നെ തുടർന്നു മതി, അത് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഭീഷണി ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. എന്തേ നിങ്ങൾക്കിപ്പോൾ ഭരണഘടന ഉയർത്തി കാണിക്കണ്ടേ? ഈ ബിൽ പാസാക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷത്തിന് പുറമെ വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ 2 ഭൂരിപക്ഷം വേണം. കൂടാതെ പകുതി സംസ്ഥാനങ്ങളുടെ അനുമതിയും വേണം. നിലവിൽ 540 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. NDAക്ക് 293 അംഗങ്ങളുണ്ട്. 540 പേരും വോട്ട് ചെയ്താൽ 2 ഭൂരിപക്ഷത്തിന് 360 പേരുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ നിലവിൽ 244 അംഗങ്ങളാണുള്ളത്. NDAക്ക് 141 അംഗങ്ങളാണ് ഉള്ളത്. 244 പേരും വോട്ട് ചെയ്താൽ 2 ഭൂരിപക്ഷത്തിന് 163 പേരുടെ പിന്തുണ വേണം. ഭരണഘടനാപരമായി ജനാധിപത്യ രീതിയിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയില്ലാത്ത കുറെ ആളുകൾ ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് രാജ്യം എന്ത് പിഴച്ചു? ഇതിന്റെ പേരിൽ ദക്ഷിണ ഇന്ത്യയിൽ കലാപം ഉണ്ടാകും എന്നൊക്കെ സ്വപ്നം കാണുന്ന പൊട്ടന്മാർക്ക് നല്ല നമസ്കാരം. മണ്ഡല പുനർനിർണയം കൊണ്ടുവന്നാൽ മലമറിക്കുമെന്നൊക്കെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള കനൽത്തിരികൾ തള്ളിമറിക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? ജനങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത സർക്കാർ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്തോളൂ. അന്റെ ജോലി അവിടെ കിടന്ന് ബഹളമുണ്ടാക്കുക മാത്രമാണല്ലോ. അത് മാത്രം ചെയ്യാനേ അനക്ക് പറ്റൂ. അന്നെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു?